ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണെന്ന് നോക്കാം കേട്ടോ. എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. നമ്പർ 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്തത് എങ്കിൽ ഈ കാർഡ്, നമ്പർ 2 ആൻഡ് നമ്പർ 3 ഇതിലേതാണ് എന്നുള്ളത്. സോ നമ്പർ 1 ആണ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യം, ആവശ്യമില്ലാത്ത ആളുകൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴും നിങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അവരെ ജീവിതത്തിൽ നിന്ന് ആട്ടിയകറ്റുക. നമ്മളെങ്ങനെയാണ് ഒരു ചെടിയിൽ, ഇപ്പോൾ ഗാർഡനിങ് ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, അപ്പോൾ ചില പ്ലാന്റ്സിൻ്റെ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വാടുമ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞില്ല എങ്കിൽ ബൾബ്സൊക്കെ വരും. അനാവശ്യമായിട്ടുള്ള, അതായത് നിങ്ങൾ വളരാൻ ഇങ്ങനെയാണ് ഒരു ചെടി, അതേപോലെയാണ് നെഗറ്റീവ് ആളുകൾ. കാരണം നിങ്ങൾ വളരുമ്പോൾ ആ ഒരു ചെടിയുടെ പൂവ് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് ബൾബ്സ് അതിലേക്ക് വരാം. അപ്പോൾ ആ ചെടിയുടെ റീപ്രൊഡക്ഷൻ ആ ബൾബിലൂടെ അല്ല, മുകളിലുണ്ടാകുന്ന അത് താഴെ മണ്ണിനടിയിലുള്ള ബൾബിലൂടെയാണെങ്കിൽ അത് മുകളിലുണ്ടാകുന്ന ആ ഒരു ഇതിൽ എനർജി എല്ലാം വെറുതെ വേസ്റ്റ് ആവുകയാണ്. താഴത്തേക്ക് അധികം എനർജി ഉണ്ടാകുന്നില്ല. അതായത് നല്ല സീഡ്സ് അല്ലെങ്കിൽ വിത്തുകൾ ആ ചെടിയിൽ ലഭിക്കുന്നില്ല. അങ്ങനെ ലഭിക്കാതെ വരുമ്പോൾ അതിൻ്റെ ഗ്രോത്ത്, പിന്നീടുണ്ടാകുന്ന ഇതിൽ ഗ്രോത്ത് സ്റ്റൺ ആവുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ലൈഫും. നിങ്ങൾ ഈ നെഗറ്റീവ് ആളുകളുടെ ഇതിൽ നിൽക്കുമ്പോൾ, അവരെ കണ്ടിന്യൂസ്ലി വളരാൻ അനുവദിക്കുമ്പോൾ നിങ്ങളുടെ വളർച്ചയാണ് താഴത്തോട്ട് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കട്ട് ദെം ഔട്ട് ഓഫ് യുവർ ലൈഫ്. അതാണ് ചെയ്യേണ്ടുന്ന ഒരു കാര്യം, അത്രേ ഉള്ളൂ. പിന്നെ ഐസ് ഓഫ് കപ്സ് എനർജിയാണ്. നമ്പർ 2 ആണെങ്കിൽ വളരെ നല്ല സുന്ദരമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹാപ്പി ഫാമിലി സിറ്റുവേഷൻ, പ്രണയാഭ്യർത്ഥനകളൊക്കെ ലഭിക്കാവുന്ന സമയമാണ്, പ്രത്യേകിച്ച് സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ. കാരണം ആ ഒരു പ്രായത്തിൽ നിൽക്കുന്നവരിലാണ് കൂടുതൽ അത് കാണിക്കുന്നത്. പിന്നെ മനസ്സിന് ഒത്തിരി സന്തോഷം തരുന്ന, ഇമോഷണലി വളരെയധികം സന്തോഷം തരുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കുക, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളൊക്കെ നിങ്ങളെ ഒത്തിരി സന്തോഷിപ്പിക്കുന്നത്. കാരണം പൊതുവേ പുതിയ കണക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ പഴയുള്ള കണക്ഷൻസിൽ നെഗറ്റിവിറ്റീസ് ഉണ്ടെങ്കിൽ അത് മാറി പുതിയ കണക്ഷൻസ് ജീവിതത്തിലേക്ക്, ഫ്രണ്ട്ഷിപ്പ്, പ്രണയം, ഇതൊക്കെ വരുന്ന സമയമാണ്. ഓക്കെ, ഇനി നമ്പർ 3 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത്. കിങ് ഓഫ് കപ്സ് എനർജിയാണ്. സോ വളരെ ഹൈ പൊസിഷനിലേക്ക് എത്താവുന്ന ഒരു എനർജി സിറ്റുവേഷൻ ഉണ്ട്. ഹൈ പൊസിഷൻ എന്ന് പറയുമ്പോൾ ജോലി സംബന്ധമായിട്ട് കരിയറിലുള്ള ഉയർച്ച, സാമ്പത്തിക നേട്ടം, ഇതൊക്കെ അല്ലാതെ തന്നെ ഒരു ഇമോഷണലി ഒരു ഉയർന്ന തലത്തിലേക്ക് പോകുന്നുണ്ട്. എല്ലാവർക്കും ഒരേ സിറ്റുവേഷൻ ആയിരിക്കില്ല. അപ്പോൾ ഇമോഷണലി ഒരു ഉയർച്ചയിലേക്ക് പോകുന്ന സിറ്റുവേഷനും ആകാം ഇത് സൂചിപ്പിക്കുന്നത്. ഇമോഷണലി ഒരു ഉയർച്ചയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ മാനസികമായിട്ട് ഒത്തിരി തകർന്നിരിക്കുന്ന സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒത്തിരി അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ ഈ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മാനസികമായിട്ടൊരു ഉയർച്ച അല്ലെങ്കിൽ ഒരു മെച്യൂരിറ്റി, ഒരു സമാധാനം, സ്വസ്ഥത ഇതൊന്നും ലഭിക്കുന്നുണ്ടാവില്ല. മാനസികമായിട്ടുള്ളൊരു ഉയർച്ച എന്ന് പറയുമ്പോൾ സമാധാനവും സ്വസ്ഥതയും ഉള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ള രീതിയാണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ജീവിതം നിങ്ങൾക്ക് ആഗ്രഹിച്ച ലെവലിലേക്ക് വന്ന് തുടങ്ങുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.